ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മളുള്ളത് ഗുരുവായൂരാണ്. സമയം രാവിലെ വെളുപ്പിന് 12:54. നമ്മൾ വീട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു 4 മണി ആയപ്പോഴത്തേക്കിന് ഇറങ്ങിയതാണ്. പക്ഷെ ഇത്രയും ലേറ്റായി. ഞാനൊരു 10 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഗുരുവായൂർ വരുന്നത്. കുറേ നാളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗുരുവായൂർ സ്പെഷ്യൽ ഡേ ആണ്. ഇതെന്താണ് സംഭവം എന്ന് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഞാൻ 2 ദിവസം മുമ്പ് ഒരു ട്രാൻസിഷൻ റീലോ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഇത്ര ലേറ്റായിട്ട് വന്നാലും എനിക്കിതാണ് പരിപാടി. അമ്മയാണ് എൻ്റെ ക്യാമറാമാൻ. എനിക്ക് എപ്പോഴും വീഡിയോസൊക്കെ എടുത്ത് തരാറുള്ളത് അമ്മയാണ് കേട്ടോ. എന്നിട്ട് അത് നിർത്താനൊന്നും പറയില്ല. ഞാൻ എൻ്റെ പാട്ടിനോടി അങ്ങ് പോവാം. പാവം അമ്മ. ഹലോ ഗൈസ്, നമ്മൾ റെഡിയായി ഗൈസ്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. അത് അങ്ങനൊക്കെ അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഗൈസ് ഒരു പിന്നെ കൂടെ തരാൻ പറ്റുമോ ഗൈസ്? ഞാൻ രാവിലെ 6:30 ആയപ്പോ റെഡി ആവാൻ തുടങ്ങി. പക്ഷെ അതൊന്നും ഭയങ്കര അലപ്പ് ഗൈസ്. ഇവിടെ കിടന്നു എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഈ എപ്പോഴും ഗൈസ് ഗൈസ് എന്ന് പറയുന്നത് അമ്മ ഉണ്ട് ആന്ധ്രാക്കാരിയായി. സുന്ദരിയായതാ ഗൈസ്, സുന്ദരി. എവിടെ പോയി കാണും? മുഖത്ത് കുങ്കുമം തുടക്കി. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ ഗൈസ് കേട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇപ്പം എന്നെ ഗൈസ് എന്നാണ് ഗൈസ് വിളിക്കുന്നത്. അത് ആക്ച്വലി ഞാൻ നോർമലായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഗൈസ് എന്നായിരുന്നു ഞാൻ പറയാറുള്ളത്. ഇപ്പോൾ ആണെങ്കിൽ അത് കേട്ട് വീട്ടുകാരിപ്പോൾ എന്നെ കളിയാക്കാൻ യൂസ് ചെയ്തൊരു വാക്കായിട്ട് മാറി. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് താഴേക്ക് പോവാണ്. അവിടെ ബഹളം വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അവിടെ ഞാൻ മാത്രമേ കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ഭയങ്കര ശാന്തമായിട്ടുള്ള ആൾക്കാരായിരുന്നു. അകത്ത് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഗൈസ്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഫോൺ കൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ അകത്ത് കയറി തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഡാൻസും പ്രോഗ്രാമും ഒക്കെ കാണാൻ വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ. അവിടെ ആക്ച്വലി നമുക്ക് ഫോൺ കൊണ്ടുപോവാണെങ്കിൽ ഭയങ്കര പണിയാണ്. നമ്മൾ വെളിയിലൊക്കെ വെച്ചിട്ട് പോകേണ്ടി വരും. എല്ലാം തീർന്നു. നമ്മൾ മമ്മിയൂർ അമ്പലത്തിലും പോയി തൊഴുതു. അവിടുന്ന് ഫുഡ്. എൻ്റെ കൂടെ ഈ വരുന്നത് അമ്മയുടെ ചേച്ചിയാണ് കേട്ടോ. ഞാൻ ദമ്മച്ചി എന്നാണ് വിളിക്കാറ്. എവിടെയെങ്കിലും പോകുമ്പോൾ ദമ്മച്ചി ഉണ്ടെങ്കിൽ ഞാനും ദമ്മച്ചിയാണ് കമ്പനി. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരോടായിരിക്കും എവിടെ പോയാലും നടക്കുന്നത്. നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് വരുവാണ്. അപ്പോൾ ഗൈസ്, അയ്യോ ഗൈസ് പ്രശ്നമാണ് ഗൈസ്. നമ്മളെല്ലാം കഴിഞ്ഞു ഗൈസ്. വീട്ടിൽ പോവാണ്. എല്ലാം കെട്ടിപ്പറക്കി. എല്ലാരും നോക്കൂ ഗൈസ്. അപ്പൊ നമുക്ക് പോവാം. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞു. തിരിച്ച് പത്തനാപുരത്തേക്ക് പോകാം. നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇതേപോലെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തൊഴുതിട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഭയങ്കര സമാധാനമാണല്ലേ നമുക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് വീട്ടിൽ പോകാൻ തോന്നില്ല. കാരണം അവിടുത്തെ ആംബിയൻസ് ഭയങ്കര സ്പെഷ്യലാണ്. അവിടെ ഒരു ഡിവൈൻ ഫീൽ ഭയങ്കരമായിട്ടുണ്ടാവും അമ്പലത്തിൻ്റെ ഏരിയകളിലൊക്കെ. നമ്മുടെ സ്ഥലത്ത് അതൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.